ഈ കഴിഞ്ഞ ആഴ്ച 2020 എന്ന പാർട്ടി NDAയിൽ അവരുടെ സഖ്യകക്ഷിയായി ചേരുകയുണ്ടായി. ഉടനെ അദ്ദേഹം അതിനെ ചിത്രീകരിച്ചത് കിറ്റക്സിന് EDയുടെ നോട്ടീസ് വന്നു. ആ EDയെ ഭയന്ന് ED അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് NDA ചേർന്നത് എന്ന് ഒരു പ്രക്ഷേപണം നടത്തി. ആ പ്രക്ഷേപണം നടത്തി അതിൻ്റെ ഒരു വിശദീകരണം ഞാൻ പത്രമാധ്യമങ്ങളെ കണ്ട് നടത്തുകയും ചെയ്തതാണത്. ആ ചെയ്തതിൻ്റെ അന്ന് തന്നെ അദ്ദേഹം മീറ്റ് ദി എഡിറ്റേഴ്സ് അതിൽ പറഞ്ഞത് സാബു ജേക്കബ് നുണയുടെ കൊട്ടാരമാണെന്നാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ എന്നറിയപ്പെടുന്ന ആൻഡോ പറയുകയാണ് സാബു ജേക്കബ് നുണയുടെ കൊട്ടാരമാണ്. അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെപ്പറ്റി ഞാനിന്ന് പറയുന്നില്ല, 1-2 കാര്യങ്ങൾ മാത്രം പറയുകയാണ്. അദ്ദേഹം പറയുകയാണ് മദർ കെയർ എന്നാണ് കിറ്റക്സിനെ അമേരിക്കയിൽ അറിയപ്പെടുന്നത്. എനിക്ക് മനസ്സിലായില്ല അത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന്. അതുപോലെ ഗോഡ്സ് എന്ന സർട്ടിഫിക്കേഷൻ, ഗ്ലോബൽ ഓർഗാനിക് ടെക്സ്റ്റൈൽ സർട്ടിഫിക്കേഷൻ, അത് വെച്ചിട്ട് ഓർഗാനിക് മാത്രമേ ഇവിടുന്ന് കയറ്റുമതി ചെയ്യാവൂ. പക്ഷേ കിറ്റക്സ് ഓർഗാനിക് ആണെന്ന് പറഞ്ഞ് ഓർഗാനിക് അല്ലാത്ത സാധനങ്ങൾ കയറ്റിവിടുകയാണ്. ഗോഡ്സിൻ്റെ നിയമപ്രകാരം അതിൽ കളർ ചേർക്കാൻ പാടില്ല, കെമിക്കൽ ചേർക്കാൻ പാടില്ല, പെയിന്റ് പാടില്ല എന്നൊക്കെയാണ് അദ്ദേഹം വിളിച്ചു കൂവുന്നത്. ഇതുപോലെ ഉള്ള ഒരു TV ചാനലിൻ്റെ ഉടമസ്ഥനായിട്ട് ഇരുന്നിട്ട് വസ്തുതകൾ പരിശോധിക്കാതെയോ മനസ്സിലാക്കാതെയോ ഇതുപോലെയുള്ള ഭൂലോക വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് വിശദീകരിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഇവിടെ നമുക്ക് ഒന്ന്, ഈ ഗോഡ്സ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഗ്ലോബൽ ഓർഗാനിക് ടെക്സ്റ്റൈൽസ് അതൊരു ഇൻ്റർനാഷണൽ ഏജൻസിയാണ്. നമ്മൾ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഗോഡ്സ് സർട്ടിഫൈഡ് ആയിട്ടുള്ള കെമിക്കൽസോ ഡൈസോ അതിന് ഉപയോഗിക്കാം. ഈ കമ്പനി ഗോഡ് സർട്ടിഫിക്കേഷൻ തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഗോഡ് സർട്ടിഫൈഡ് കെമിക്കൽസും ഡൈസും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതാണോ എന്ന് ഉറപ്പുവരുത്താൻ ഈ നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഇവർ പീരിയോഡിക്കലായിട്ട് ഇൻസ്പെക്ഷൻ നടത്തും. ഓരോ വർഷവും റീ ഓഡിറ്റ് നടത്തിയാണ് സർട്ടിഫൈ ചെയ്യുന്നത്. ഇതിനെല്ലാം പുറമെ ഇവിടെ നിന്ന് ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു സാമ്പിള് ഏത് ബയർക്കാണോ അയക്കുന്നത് അവർ നിർദ്ദേശിക്കുന്ന ലാബുകളിലേക്ക് അയക്കണം. അത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഈ ഗുഡ്സ് അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്റ്റോറുകളിൽ നിന്ന് സാമ്പിൾ എടുക്കും. അവർ വീണ്ടും ടെസ്റ്റ് ചെയ്യും. അതായത് അവർ ഓർഡർ ചെയ്ത സാധനങ്ങളാണോ അവിടെ വന്നിരിക്കുന്നത്, അവർ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടോ, അതേതെങ്കിലും റിജക്ഷൻ ആയിക്കഴിഞ്ഞാൽ ആ സാധനങ്ങൾ തിരിച്ചയക്കുമെന്ന് മാത്രമല്ല അതിന് വന്ന നഷ്ടം കൂടി ഈടാക്കും. ആ സപ്ലയറെ എന്നേക്കുമായിട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പറയുകയാണ്, റിപ്പോർട്ടർ TVയുടെ ഉടമ പറയുകയാണ് കിറ്റക്സിൽ നിന്ന് ഓർഗാനിക് ആണെന്ന് പറഞ്ഞ് ഓർഗാനിക് അല്ലാത്ത സാധനങ്ങളാണ് കയറ്റി അയക്കുന്നത്. അദ്ദേഹം വീണ്ടും ഒരു കാര്യം പറയുകയാണ്, അതിനുവേണ്ടി അമേരിക്കയിൽ കിറ്റക്സ് USA LLC എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്പനിയിലേക്ക് 100 രൂപ വിലയുള്ള ഒരു സാധനം ഇവിടെ നിന്ന് കയറ്റി വിടുമ്പോൾ അതിന് 20 രൂപയാണ് ബില്ലിടുകയുള്ളൂ. അങ്ങനെ ബില്ലിട്ട് അവിടെ ചെന്ന് 100 രൂപയ്ക്ക് അത് വിൽക്കും. ഈ വ്യത്യാസം വരുന്ന 80 രൂപ ഹവാലയായിട്ട് തിരിച്ചു കൊണ്ടുവരും. ഒന്ന് ആലോചിച്ച് നോക്ക്, അമേരിക്കയിൽ തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കുക. ഇന്ന് ഇന്ത്യയിലുള്ള ഏത് സ്ഥാപനങ്ങളായിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ,
അവർ ഇന്ത്യ വിട്ടിട്ട് ഏത് രാജ്യങ്ങളിലായാലും എന്തെങ്കിലും നിക്ഷേപം നടത്തണമോ ഓഫീസുകൾ സ്ഥാപിക്കണമെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ കർശനമായിട്ടുള്ള നിബന്ധനകൾ അവരുടെ അനുവാദത്തോടു കൂടിയേ സാധിക്കൂ. അത് നേടിയതിന് ശേഷമാണ് കിറ്റക്സ് USA എന്ന കമ്പനി അവിടെ ഉണ്ടാക്കിയത്. 2, നമുക്ക് മനസ്സിലാക്കേണ്ടത് അമേരിക്കയിലാണത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും നിയമങ്ങൾ കർശനമാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അവിടെ തട്ടിക്കൂട്ട് പോയിട്ട് ശരിയായിട്ടുള്ള കമ്പനികൾ ആ നിയമങ്ങൾ ഏതെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും പുറലോകം പോലും കാണില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടുത്തെ റിസർവ് ബാങ്കോ ഇവിടുത്തെ അതോറിറ്റികളോ അറിയാതെ അമേരിക്കൻ ഗവൺമെൻറ്റിനെ അവിടുത്തെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി 20 രൂപ 100 രൂപയുടെ സാധനം 20 രൂപയ്ക്ക് അയച്ച് 80 രൂപ ഹവാലയായിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. ഇതുപോലെ ഇത്രയും ശുദ്ധമായ കളവ് എങ്ങനെ പറയാൻ സാധിക്കുന്നു? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, അവിടെ മദർ കെയർ എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. എങ്ങനെ അറിയപ്പെടും? കിറ്റക്സിൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ഇന്ന് അമേരിക്കയിൽ ഏറ്റവും വലിയ ഒരു ടോപ്പ് 10 കമ്പനികൾ എടുത്താൽ ആ കമ്പനികൾക്കാണ്. അതിലൊന്നാണ് വാൾമാർട്ട്, ടാർഗറ്റ്. ഈ സ്റ്റോറുകളിലേക്ക് കൂടിയാണ് കിറ്റക്സിൻ്റെ ഉൽപ്പന്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാൾമാർട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് $700 ബില്യൺ സെയിൽസ് ഉള്ളൊരു കമ്പനിയാണ്. ഇവരൊക്കെ മണ്ടന്മാരാണോ? ഓർഗാനിക് ആണെന്ന് പറഞ്ഞ് ഓർഗാനിക് അല്ലാത്ത സാധനം കയറ്റി വിടുക, 100 രൂപയുടെ സാധനം 20 രൂപയ്ക്ക് കയറ്റി വിടുക. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത്, ഇവരെ നേരെ വന്ന് കിറ്റക്സിന് ഓർഡർ ചെയ്യുകയല്ല ചെയ്യുന്നത്. അവർ ഏതെങ്കിലും ഏജൻസികൾ വഴി, അതായത് ഇൻ്റർനാഷണൽ റെപ്യൂട്ടഡ് ഏജൻസികളുണ്ട്, ആ ഏജൻസികൾ വഴിയാണ് ഇവർ ഈ പരിശോധന നടത്തുന്നത്. അങ്ങനെ പരിശോധന എന്ന് പറയുന്നത് വിവിധ സർട്ടിഫിക്കേഷനുകളാണ്. ആ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗോഡ്സ് മാത്രമല്ല, ഓരോ കമ്പനിക്കും ഓരോ റിക്വയർമെൻറ്റുകളാണത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഓക്കോടെക്സ് ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതായത് ഹാംഫുള്ളായിട്ടുള്ള മനുഷ്യന് ദൂഷ്യമുള്ള ഏതെങ്കിലും കെമിക്കൽസ് അതിലുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ളത്. ഗോഡ്സ് വേറൊരു സർട്ടിഫിക്കേഷനാണത്. OCS വേറൊരു സർട്ടിഫിക്കേഷനാണത്. GRS, ലാബ്സ്, സ്കാന്, SLCP, റാപ്പ്, സെഡക്സ്, FCCA, SQP, MIP, HIG, SDHC, ഇങ്ങനെ 14 ഇൻ്റർനാഷണൽ ഏജൻസികളാണ് ഈ ഫാക്ടറി സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അത് ഓരോ ബയറും ഈ ഓഡിറ്റുകളിൽ കൂടി പോകും. ഒരു ഫാക്ടറിയിൽ നിന്ന് നേരെ വന്ന് സാധനം വാങ്ങിക്കുകയല്ല ചെയ്യുന്നത്. ആ ഓഡിറ്റുകളിൽ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനി നിയമപരമായിട്ടാണ് നടക്കുന്നത്, സോഷ്യൽ കംപ്ലൈൻസ് ഉണ്ട്, ഒരു നിയമങ്ങളുടെയും ലംഘനമില്ല എന്നുള്ള സർട്ടിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമാണ് ആദ്യത്തെ ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നത്. ഈ ഓർഡർ ഇവിടെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി വന്ന് പരിശോധിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ഓർഡർ പ്ലേസ് ചെയ്ത ബയറുടെ റെപ്രസെൻറ്റേറ്റീവ് അത് പരിശോധിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമാണ് ഇവിടെ നിന്ന് ഷിപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കളവായിട്ട് 100 രൂപയുടെ സാധനം ഓർഗാനിക് ആണെന്ന് പറഞ്ഞ് വഞ്ചിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.